ഹലോ ഗൈസ്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നത് ഐഫോൺ 17 പ്രോയിൻ്റെ ഒരു കേജാണ്. ന്യൂവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കേജാണ്. ഇത് നല്ല പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്നതാണ്. ഈ ഒരു കേജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് 3 ടൈപ്പ് സാധനങ്ങളാണ്. ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 67mm ത്രെഡഡ് ഫിൽറ്ററിൻ്റെ ഒരു ഇതാണ്. അത് നമ്മുടെ ക്യാമറയിലൊക്കെ വെക്കുന്ന ഫിൽറ്ററുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. 67mm ആണ് ഇതിൻ്റെ ത്രെഡിൻ്റെ സൈസ് വരുന്നത്. ഇത് പ്രൊഫഷണൽ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന ND ഫിൽറ്ററാണ്. വേരിയബിൾ ND ഫിൽറ്ററാണ്. ഇത് 67mmൻ്റെ സ്ക്രൂ ഓൺ ചെയ്യുന്ന ഒരു ത്രെഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് നമുക്കിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. ഈ കേജിൻ്റെ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ 17 പ്രോയിൻ്റെത് നമുക്ക് ഇവിടെ ഒരു ലോക്കുണ്ട്. ഇതിങ്ങനെ ലോക്ക് ഇങ്ങനെ തുറന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലത്തെ പോർഷൻ കണ്ടോ, ഈ ലോക്ക് ഇങ്ങനെ ആക്കുക, മുകളിലത്തെ പോർഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതിനകത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല റബ്ബർ മെറ്റീരിയൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് സ്ക്രാച്ച് ആവുമെന്ന് പേടിക്കണ്ട. സ്മൂത്ത് ആയിട്ട് ഈ സാധനം ഇങ്ങനെ അകത്തോട്ട് കയറി പോകും. ടൈറ്റ് ഒന്നുമല്ല. എന്നിട്ട് ഇത് അടയ്ക്കും. പക്ഷേ അടയ്ക്കുന്നതിന് മുന്നേ ആണ് നമ്മൾ ഈ ഒരു ത്രെഡും സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്പോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 17mmൻ്റെ ത്രെഡഡ് വരുന്ന ഒരു ലെൻസ് വെക്കുന്ന അറ്റാച്ച്മെൻ്റ് ആണ്. പിന്നെ വരുന്നത് T മൗണ്ടിൻ്റെതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു ലോ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമുക്കിങ്ങനെ ടെലി ലെൻസിലും മെയിൻ ലെൻസിലും നമുക്കിങ്ങനെ സ്ക്രൂ ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ T മൗണ്ടിൻ്റെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് T മൗണ്ട് ലെൻസുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു സാധനം നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതിനിങ്ങനെ അടച്ച് വെക്കുക. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ലോക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് അതായത് ഈ ലെൻസ് ഇങ്ങനെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടെലി ലെൻസിലും നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ ലെൻസിലും സ്ക്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. നമുക്കപ്പം ഇതുപോലെ ഇഷ്ടംപോലെ നമുക്ക് ലെൻസുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുക. അതൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ കേസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കാതെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളും. ഇത് നല്ല സ്ട്രോങ് ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. അതായത് ഇനി ക്ലിപ്പ് മാറ്റി ഫോൺ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് തന്നെ വെളിയിലോട്ട് വരും. ഇത് ഒന്ന് ഇളക്കുക. ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് വന്നോളും. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, 67mmൻ്റെ ഫിൽറ്റർ ത്രെഡ്. ഇത് നമ്മൾ ഈ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് പതുക്കെ അതിനെ ഒന്ന് ടൈറ്റ് ആക്കി വെച്ച് കൊടുക്കുക. ഇതിനിങ്ങനെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് കറക്റ്റായിട്ട് ഒരു പൊസിഷൻ കാണാൻ പറ്റും. ആ പൊസിഷനിൽ വെച്ചിട്ട് ഈസി ആയിട്ട് പതുക്കെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമുക്ക് മുകളിൽ കാണാം. ഇനി ഇതിനിങ്ങനെ ലോക്കാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ ഇളകി വരത്തില്ല. ലോക്കായി ഫിറ്റായി. ഇനി നമുക്ക് ഫിൽറ്റർ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഔട്ട്ഡോറിലൊക്കെ നമുക്ക് ND ഫിൽറ്റർ, വേരിയബിൾ ND ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോഷൻ ബ്ലർ വെച്ചിട്ട് നമുക്ക് നല്ല പ്രൊഫഷണൽ രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു കേജ് അത്രത്തോളം യൂസ്ഫുൾ ആണ്. ഇന്ന് ഞാനിപ്പം ഈ ഒരു കേജിൽ ഞാൻ H&Yൻ്റെ ഒരു റിവറിംഗ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തത് കാണിച്ചു തരാം. ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. നമുക്ക് അതുപോലെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു വീഡിയോസ് നമുക്ക് ഇതിലെടുക്കാൻ പറ്റും ഗൈസ്.
ഇതാണപ്പം ന്യൂവറിൻ്റെ ഒരു ഐഫോൺ 17 പ്രോ കേജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കാണുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഓക്കെ. ബൈ ബൈ.